10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. KSBA ലേഡി ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം അത്താണിയിൽ നടന്നു. ജംഗ്ഷനിൽ നിന്നും സമ്മേളനവേദിയായ VMG ഹാളിലേക്ക് സംഘടിപ്പിച്ച പ്രകടനത്തിൽ 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാന സമ്മേളനം പറവൂർ വെച്ചിട്ട് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങളും കീഴടകങ്ങളും സമ്മേളനങ്ങളെല്ലാം നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയുടെ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സമ്മേളന നഗരിയിൽ ലേഡി ബ്യൂട്ടീഷ്യൻസ് ജില്ലാ പ്രസിഡന്റ് നെറിൻ ജോൺസൺ പതാക ഉയർത്തി. സംസ്ഥാന പ്രസിഡന്റ് ശ്യാമ നായർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSBA മുൻ സംസ്ഥാന പ്രസിഡന്റ് ES ഷാജി ആമുഖപ്രസംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് KE ബഷീർ മുഖ്യപ്രഭാഷണവും നടത്തി. സിമി ബെന്നി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ലേഡി ബ്യൂട്ടീഷ്യൻസ് ജില്ലാ സെക്രട്ടറി മിനി ബേബി, ശ്രീവിദ്യ ശ്രീജിത്ത്, രഞ്ജു രഘു, PN വേണു, സാലി ഷിബു, സംസ്ഥാന ട്രഷറർ MJ അനു, KSBA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KN അനിൽ ബിശ്വാസ്, ലിൻസി ജിജോ, രജനി തമ്പി, ലോററ്റ് ഫ്രാൻസിസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ KK രവി തുടങ്ങിയവർ സംസാരിച്ചു. 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള ഫീൽഡാണോ ഇപ്പോൾ നമ്മുടേത്? ആണോ? അല്ല. പല പല പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കാനുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാലോ, നിങ്ങളെ ജില്ലയിൽ എന്താണെന്ന് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലറുള്ളൊരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്ന് പറയും അല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ എവിടെ നോക്കിയാലും ബ്യൂട്ടി പാർലർ, ഹൈടെക് മുതൽ യൂണിസെക്സ് മുതൽ ചെറിയ പാർലർ വരെ എല്ലാത്തരം മേഖലയിലുള്ളവരും ഈ എറണാകുളം ജില്ലയിലുണ്ട്. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്? ഫ്രീലാൻസ് അല്ലേ? ഫ്രീലാൻസ് മേക്കപ്പ് ഇല്ലേ? ഇവിടെ ഇല്ലേ? നിങ്ങളാരൊന്നും ഉണ്ടാതെ ഇല്ലേ? ഉണ്ടോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ തൊഴിലിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയുമോ? അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്ന അവകാശമാണ്. പക്ഷെ എന്ത് ചെയ്യണം? അവിടെ നമ്മളൊരു പാർലർ തുടങ്ങാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മളൊരു പാർലർ തുടങ്ങുന്നത് അല്ലേ? ലൈസൻസ് വേണം, മുടിമാലിന്യ സർട്ടിഫിക്കറ്റ് വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. പക്ഷെ ഇതൊന്നും മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ നടത്തുന്ന ഫ്രീലാൻസുകാർക്കാണ് ആരാണ് നമ്മുടെ വെല്ലുവിളി. നമുക്കറിയാം, മുന്നേക്ക് നമ്മളൊരു വധുവിനെ അണിയിച്ചൊരുക്കുമ്പോൾ ഒരു സാരിയൊക്കെ മാറണമെങ്കിൽ എത്രയോ സമയം എടുക്കണം അല്ലേ? ശ്രദ്ധിച്ചില്ലേക്കും? അവർ ഭയങ്കര നാണത്തിലായിരിക്കും, അവരും കാണാൻ പാടില്ല. ഇന്നിപ്പോൾ ആ മേഖലയും പുരുഷന്മാർ കൊണ്ടുപോയി അല്ലേ? ഇപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ സാരി കൊടുത്താലേ ശരിയാവും. മേക്കപ്പ് ആർട്ടിസ്റ്റ്, ജെൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സാരി കൊടുത്താലേ ഭംഗിയുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ചില്ലേക്കും? അത് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കും. അവിടെ നാണം കണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ മേഖല ആ ഒരു സാരി മാത്രം നമുക്കൊരു കുത്തകയായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇനി എല്ലാ മേക്കപ്പ് ഏകദേശം പോയി. പക്ഷെ മുമ്പേ മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നു. സാരി ഇപ്പം അടുത്തിടെ 2-3 വർഷത്തിനുള്ളിലാണ് വന്നതല്ലേ? പലപ്പോഴും നമ്മൾ റീൽസിലൊക്കെ കാണാറില്ലേ, ജെൻസ് സാരി കൊടുക്കുന്ന അതിനെ 2 ഇതാക്കലും അത് വലിയൊരു സംഭവമായിരുന്നു. തന്നെയാണ് ലേഡീസ് ചെയ്യുന്നത്. പക്ഷെ ലേഡീസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കാണാൻ പാടില്ല, ഇങ്ങോട്ട് കാണാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല അല്ലേ? വളരെ നാണത്തോട് നിൽക്കുന്ന ആ ഒരു സാരി കൊടുപ്പ് പോലും നമ്മുടെ കയ്യിൽ നിന്ന്. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, അനുമോദനങ്ങൾ, ആദരിക്കൽ എന്നിവയും ഉണ്ടായി.